നമസ്കാരം. KSRTC ബസ് ഡ്രൈവറുമായിട്ടുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെങ്കിലും തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല. KSRTC ഡ്രൈവർ യദുവിൻ്റെ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. മേയർ അടക്കം 5 പേർക്കെതിരെയാണ് കൻ്റോൺമെൻറ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതികൾ മുൻകൂർ ജാമ്യം തേടിയേക്കും. കോടതിയിൽ യദുവിൻ്റെ പരാതിയിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് FIRലുള്ളത്. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ച് കയറിയെന്നും FIRലുണ്ട്. MLA അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായിട്ടും FIRലുണ്ട്. കോടതിയിൽ നിന്ന് ലഭിച്ച പരാതിയിലെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ FIRൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കോടതി നിർദ്ദേശപ്രകാരമാണിത്. തിങ്കളാഴ്ച യദുവിൻ്റെ ഹർജി പരിഗണിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കുവാനായിട്ട് കൻ്റോൺമെൻറ്റ് പോലീസിന് നിർദ്ദേശം നൽകിയത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അനധികൃതമായിട്ട് തടങ്കലിൽ വെച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഡ്രൈവർ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയറെയും ഭർത്താവിനെയും പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. നേരത്തെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് അഭിഭാഷകൻ്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് ചുമത്തി മേയറും MLAയും അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. അഭിഭാഷകൻ ബൈജു നോയൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം കൻ്റോൺമെൻറ്റ് പോലീസാണ് കേസെടുത്തത്. ബൈജുവിൻ്റെ മൊഴി കൻ്റോൺമെൻറ്റ് പോലീസ് രേഖപ്പെടുത്തും. കൂടുതൽ സാക്ഷികളെ കണ്ടെത്തി മൊഴിയെടുക്കാനും പോലീസ് ഇപ്പോൾ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സംഭവസ്ഥലത്തുണ്ടായിരുന്നവരെ കണ്ടെത്തിയും അതുപോലെ തന്നെ സാക്ഷി മൊഴികളൊക്കെ രേഖപ്പെടുത്തും. മാത്രമല്ല അതേസമയം മേയർ ആര്യ രാജേന്ദ്രനുമായിട്ട് തർക്കമുണ്ടായ ദിവസം KSRTC ഡ്രൈവർ യദു ഡ്രൈവിങ്ങിനിടയിൽ 1 മണിക്കൂറോളം മൊബൈലിൽ സംസാരിച്ചതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സംഭവം നടന്ന പാളയത്ത് എത്തുന്നത് വരെ യദു പലപ്പോഴായിട്ട് 1 മണിക്കൂറോളം ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം സിറ്റി പോലീസ് KSRTCക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിഗണിച്ച് യദുവിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതായിരിക്കും. ലൈസൻസ് റദ്ദാക്കാനും സാധ്യതകൾ ഏറെയാണ്. നേരത്തെ യദുവിൻ്റെ അഭിഭാഷകൻ്റെ ഹർജിയിൽ പോലീസ് കേസെടുത്തെങ്കിലും ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ നശിപ്പിച്ചുവെന്നും FIRൽ ഉണ്ട്. പുതിയ കേസിൽ പോലീസ് ഉടൻ അന്വേഷണം ആരംഭിക്കും. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അപ്പുറം നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. യദുവിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയും സമാന സംഭവത്തിന് കൻ്റോൺമെൻറ്റ് പോലീസ് മേയർക്കും അതുപോലെ ഭർത്താവിനും ഒപ്പമുണ്ടായിരുന്ന 5 പേർക്കുമെതിരെ കേസെടുത്തിരുന്നു. KSRTC ബസ് നടുറോഡിൽ തടഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാട്ടിക്കൊണ്ടാണ് അത്തരത്തിൽ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കുവാൻ കോടതി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അഭിഭാഷകനായിട്ടുള്ള ബൈജു നോയലിൻ്റെ ഹർജിയിലാണ് ഇത്തരത്തിൽ നടപടി. സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നായിരുന്നു ബൈജു നോയൽ നൽകിയ പരാതി. സമാന സ്വഭാവമുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ അന്വേഷണം നടത്തുന്ന കാര്യം സർക്കാർ കോടതിയെ അറിയിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഹർജി പരിഗണിക്കുന്നത്. അതേസമയം ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. പാപ്പനംകോടുള്ള KSRTC വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. യദു ഉൾപ്പെടെ ബസ് ഓടിച്ചവർ, ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരുടെയൊക്കെ മൊഴി പോലീസ് വരും ദിവസങ്ങളിലും രേഖപ്പെടുത്തും. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.